സാരംഗ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെയായിരുന്നു അല്ലേ അവിടെ ഉണ്ടായത്. കാരണം അത്രമേൽ ആവേശത്തിലായിരുന്നു മുന്നണികൾ ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണം, നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും നിരവധിയായിട്ടുള്ള നാടകീയ രംഗങ്ങളുമൊക്കെ കണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം BJPയുടെ കള്ളവോട്ട്, ഇരട്ട വോട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നാളെ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ജാഗ്രത അവിടെ ഉണ്ടാകുമെന്നതിൽ ഒരുവിധ സംശയവുമില്ല. സാരംഗ്, ഭദ്ര, വലിയ സംഭവ വികാസങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആവേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു മൂന്ന് മുന്നണികളും കാഴ്ചവെച്ചത്. അത് ദിവസങ്ങളോളം നീണ്ടുനിന്ന പ്രചരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശത്തോടെ സമാപനമായി. എല്ലാ ജില്ലകളിലും, അതായത് ബാക്കി ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ കലാശക്കൊട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായത് തൃശ്ശൂരിലെ കലാശക്കൊട്ട് തന്നെയാണെന്ന് പറയണം. കാരണം ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെ മൂന്ന് മുന്നണികളും ഇത്തരത്തിൽ ഈ കലാശക്കൊട്ടിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരുന്നു. അത് പുലിക്കളി ഉൾപ്പെടെ ആട്ടും പാട്ടവും ഒക്കെയായി വലിയ ആഘോഷമായിട്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം ഉണ്ടായിരുന്നത്. തൃശ്ശൂർ വടക്കൻ നാടിന് മുന്നിൽ വലിയ ആവേശം തീർത്തുകൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിൽ മൂന്ന് മുന്നണികളുടെയും പ്രചരണം നടന്നത്. വലിയ ആവേശമായിരുന്നു, പ്രവർത്തകരൊക്കെ തന്നെയും വലിയ ആവേശത്തിലായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഇത്തരത്തിൽ ഈ കലാശക്കൊട്ടിൻ്റെ ഭാഗമായി പങ്കെടുത്തു. അങ്ങനെ വലിയ ആവേശത്തിനൊടുവിൽ പരസ്യ പ്രചരണത്തിന് ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി സമാപനമായി. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും പ്രധാനമായും വോട്ടർമാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് കയറിയിറങ്ങിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് നടക്കുന്നത്. അതിൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ട് അഭ്യർത്ഥനയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും വീടുകളോ അല്ലെങ്കിൽ ഇടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് അങ്ങനെ ആളുകളെ സമീപിച്ചുകൊണ്ട് വോട്ട് തേടുകയാണ്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായത്. അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് മുതൽ തന്നെ നമ്മൾ ആ വാർത്ത കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ തർക്കങ്ങളാണ്, പ്രധാനമായും സാമ്പത്തിക ആരോപണം, അതുപോലെ തന്നെ പണം നൽകിക്കൊണ്ട് സീറ്റ് മറിച്ചു വിൽക്കൽ തുടങ്ങി വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. മുതിർന്ന നേതാക്കളെ അവഗണിക്കുക, അതുപോലെ തന്നെ ഈ പലരെയും പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളെ, അതായത് വാർഡിൽ ഇത്രനാളും ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളെ, പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ജനങ്ങളറിയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ, യോഗ്യരായിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ യാതൊരു വിധത്തിലും പരിഗണിക്കാതെ പുറത്ത് നിന്ന് പണം വാങ്ങിക്കൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നാടുമായോ അല്ലെങ്കിൽ വാർഡുമായോ ഡിവിഷനുമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത സ്ഥാനാർത്ഥികളെ പുറത്തിറക്കി അല്ലെങ്കിൽ മത്സരരംഗത്തിറക്കി എന്നുള്ളത് വലിയ ആരോപണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് DCC ഓഫീസിൽ പോലും 3-4 തവണ വലിയ തർക്കങ്ങളുണ്ടായി. DCC പ്രസിഡൻ്റായിട്ടുള്ള ജോസഫ് ടാജറ്റിനെ 2 തവണയാണ് മറ്റത്തൂരിൽ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പൂട്ടിയിട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന് പലയിടത്തും ഇത്തരത്തിൽ ജില്ലയിലും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും കോൺഗ്രസിന് റിബലുകളുടെ ശല്യം രൂക്ഷമായിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കുറവ് റിബലുകളാണ് അല്ലെങ്കിൽ വിമതരാണുള്ളതെന്നാണ്. പ്രധാന കാര്യം, ഇത്തരത്തിൽ വോട്ട് ചെയ്യാനെത്തുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാവും. കാരണം ഇത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കില്ല. കാരണം അത്തരത്തിൽ പലയിടത്തും കോൺഗ്രസിന് ഒരേ ചിഹ്നത്തിൽ തന്നെ, കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ റിബലുകൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ BJPക്കുള്ളിലും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രധാനമായും BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വ്യക്തിയെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു പിന്നാലെ, അതായത് നാമനിർദ്ദേശക പട്ടികയിൽ നിന്ന് പിൻവലിക്കുന്നതിന് തൊട്ട് പിന്നാലെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്നു. അതൊക്കെ വലിയ ചർച്ചകളായിരുന്നു BJPയിലും. അതുപോലെ തന്നെ BJPക്കുള്ളിലും ഇത്തരത്തിൽ റിബലുകളുടെ ശല്യം, വിമതരുടെ ശല്യമുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയോടെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. കൃത്യമായിട്ട് യുവാക്കളെ പരിഗണിക്കുന്നു, അതുപോലെ തന്നെ മുതിർന്നവരെ പരിഗണിക്കുന്നു. അങ്ങനെ കൃത്യമായൊരു അടക്കും ചിട്ടയോടും കൂടി, അതായത് ശരി സാരംഗ്, എന്തായാലും സാരംഗ് പറഞ്ഞതുപോലെ തന്നെ വളരെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു LDFന്റേത്. സ്ഥാനാർത്ഥി നിർണയം മുതൽക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ സമാപനം, അതായത് കലാശക്കൊട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.